الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന ദർസിലാണ് നമ്മളുള്ളത്. ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച അൽ ഉർജൂസത്തുൽ മീഇയ എന്ന കവിതയാണ് നമ്മൾ വായിച്ചു വരുന്നത്. 81 വരികളാണ് ഇതുവരെ എടുത്തു കഴിഞ്ഞിട്ടുള്ളത്. അവസാനമായി ഹിജറ 8 നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം മുഅ്ത യുദ്ധം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനെ വധിച്ചതിനെ തുടർന്ന് ഒരു സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്തയിലേക്ക് അയക്കുന്നു. ഒരു അമീറിന് പകരം 4 അമീറുമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്ത യുദ്ധത്തിനു വേണ്ടി അയച്ചു. അങ്ങനെ ഓരോ ആളുകളും മരണപ്പെടുകയും അവസാനം ഖാലിദ് ഇബ്നുൽ വലീദ് സൈഫുല്ലാ എന്നറിയപ്പെട്ട സഹാബി സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ പതാക വഹിക്കുകയും പിന്നീട് മുസ്ലിമീങ്ങൾക്ക് വിജയം ലഭിക്കുകയും ചെയ്ത സംഭവമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഫത്ഹ് മക്കയാണ്. തുടർന്നുള്ള വരികൾ ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لمؤتة سارت وفي الصيام قد كان فتح البلد الحرام وبعده قد أوردوا ما كان في يوم حنين ثم يوم الطائف. ഹിജറ 8 മുഅ്ത യുദ്ധമുണ്ടായി. അതിനുശേഷം വഫി സിയാമി നോമ്പിന്റെ മാസത്തിൽ റമളാൻ മാസത്തിൽ ഖദ് കാന ഫത്ഹു അൽ ബലദിൽ ഹറാമി ഫത്ഹു മക്ക സംഭവിക്കുന്നത് റമളാൻ മാസത്തിലാണ്. അതാണ് നമുക്ക് അടുത്തതായി പറയാനുള്ളത്. അതിനുശേഷം ഹുനൈൻ തായിഫ് യുദ്ധങ്ങളാണ്. വബഅദഹു ഖദ് ഔറദു മാ കാന ഫീ പണ്ഡിതന്മാർ ചരിത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. മാ കാന ഫീ യൗമി ഹുനൈൻ ഹുനൈൻ ദിവസം സംഭവിച്ചത്. ثم يوم الطائف طائف യുദ്ധം സംഭവിച്ച കാര്യങ്ങളും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ആദ്യം പറഞ്ഞ ഫത്ഹു മക്ക, മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയിച്ചടക്കിയതിനെ സംബന്ധിച്ചാണ് നമുക്ക് പറയാനുള്ളത്. എന്തായിരുന്നു ഫത്ഹു മക്ക? അത് കീഴടക്കാനുള്ള കാരണം, അതിനുള്ള കാരണം എന്തായിരുന്നു? ഹുദൈബിയ സന്ധി, അതിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹുദൈബിയ സന്ധി ഉണ്ടാക്കിയ സമയത്ത് മുസ്ലിമീങ്ങളും ഖുറൈശികളും തമ്മിൽ കരാറിലാണ്. അതിലുണ്ടായ ഒരു കരാറാണ് മുസ്ലിമീങ്ങളുടെ കൂടെ ചേരാൻ ഉദ്ദേശിക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും കൂടെ ചേരാവുന്നതാണ്. ഖുറൈശികളോട് ചേരാൻ ആഗ്രഹിക്കുന്ന ഗോത്രങ്ങൾക്ക് അവരോട് ചേരാവുന്നതാണ്. അങ്ങനെ ചേർന്ന ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം പാടില്ല, ഒരാൾ മറ്റേയാളെ ആക്രമിക്കാൻ പാടില്ല എന്ന് കരാറുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഖുസാഅ ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ് കൂടിയിട്ടുള്ളത്, അവരുടെ കരാറിലാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ബനൂ ബക്കർ ഗോത്രം അവർ ഖുറൈശികളോടാണ് കൂടിയിട്ടുള്ളത്. അങ്ങനെ 17 മാസം അല്ലെങ്കിൽ 18 മാസം ഈ കരാർ തുടർന്നു പോന്നു. പിന്നീട് ഒരു സംഭവം ഉണ്ടായി. ബനൂ ബക്കർ ഗോത്രം അവർ ഖുസാഅ ഗോത്രത്തെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുകയാണ്. ബനൂ ബക്കർ ഗോത്രം ഖുറൈശികളുമായി കൂടി ചേർന്നിട്ടുള്ള ഗോത്രമാണ്. ഖുസാഅ ആകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർന്ന ഗോത്രമാണ്. അങ്ങനെ ബനൂ ബക്കർ ഗോത്രം ഖുസാഅ ഗോത്രത്തെ ഒരു ദിവസം രാത്രി അവരുടെ വെള്ളത്തിന്റെ സ്ഥലത്ത് വെച്ച് ആക്രമിക്കുകയാണ്. ആ സമയത്ത് ഖുറൈശികൾ ബനൂ ബക്കർ ഗോത്രത്തെ സഹായിക്കുകയും ചെയ്തു, ആയുധങ്ങൾ നൽകിക്കൊണ്ട്. അവർ പറഞ്ഞു, മാ യഅലമു ബിനാ മുഹമ്മദ് നമ്മെ കുറിച്ച് അറിയുകയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം.
വഹാദൽ ലൈൽ വമാ യറാന അഹദ്, ഒരാളും ഈ രാത്രി നമ്മെ കാണുകയില്ല. അങ്ങനെ അവർ ഖുറൈശികൾ ബനൂ ബക്ർ ഗോത്രത്തെ സഹായിക്കുകയാണ് വാളും മറ്റും നൽകിക്കൊണ്ട്. അങ്ങനെ ഖുസാഅ ഗോത്രത്തിൽ ആക്രമിക്കപ്പെട്ട ആളുകൾ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. അതിൽ അംർ ഇബ്നു സാലിം അൽ ഖുസാഇ അദ്ദേഹം പ്രവാചകന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് കവിത പാടിക്കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ പ്രവാചകനോട് വിവരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, അംർ ഇബ്നു സാലിം, താങ്കൾ സഹായിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളിലേക്ക് ആളെ അയച്ചു. എന്തിനു വേണ്ടിയാണ്? ഇത് വ്യക്തമായ കരാർ ലംഘനമാണ്. ഒന്നില്ലെങ്കിൽ ഖുറൈശികൾ ഈ കൊലപ്പെടുത്തിയ ആളുകളുടെ ബ്ലഡ് മണി, അതിനുള്ള ദിയ നൽകണം. അല്ലെങ്കിൽ ഈ കരാറിൽ നിന്ന് ഖുറൈശികൾ പിന്മാറണം. അല്ലെങ്കിൽ യുദ്ധം തെരഞ്ഞെടുക്കണം. അങ്ങനെ അവർ ഖുറൈശികൾ തെരഞ്ഞെടുക്കുന്നത് യുദ്ധമാണ്. അങ്ങനെ പിന്നീട് ഖുറൈശികൾക്ക് ഈ ചെയ്തു പോയതിൽ ഖേദിക്കുകയാണ്, വിഷമമുണ്ടാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കരാർ പുതുക്കുന്നതിനു വേണ്ടി അബൂ സുഫിയാനെ പറഞ്ഞയക്കുന്നു. അങ്ങനെ അബൂ സുഫിയാൻ മദീനയിലേക്ക് വന്നു. എന്നിട്ട് ഓരോ ആളുകളുടെ പ്രധാനപ്പെട്ട സഹാബിമാരുടെ അടുക്കലേക്ക് പോയി സംസാരിച്ചു. ആദ്യം അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി, ഉമറിന്റെ അടുക്കലേക്ക് പോയി, ഫാത്തിമയുടെ അടുക്കലേക്ക് പോയി, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇവരുടെ എല്ലാം അടുക്കലേക്ക് അബൂ സുഫിയാൻ പോയി. എന്നാൽ ഒരാളും ഈ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറായില്ല. ഉമർ ശക്തമായ രീതിയിൽ അബൂ സുഫിയാനെ എതിർക്കുകയും ഇനി ആ കരാറിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് അള്ളാഹു നശിപ്പിച്ചു കളയട്ടെ എന്ന രൂപത്തിൽ സംസാരിക്കുകയും ചെയ്തു. അതേപോലെ തന്റെ മകളായ ഉമ്മു ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അവരുടെ അടുക്കലേക്ക് അബൂ സുഫിയാൻ പോകുന്നുണ്ട്. സീറയുടെ കിതാബ് ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിച്ച സംഭവമാണ്. അങ്ങനെ ഉമ്മു ഹബീബയുടെ അടുക്കലേക്ക് പോയി, വീട്ടിലേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ആ വിരിപ്പിൽ അബൂ സുഫിയാൻ ഇരിക്കാൻ വേണ്ടി ചെന്നു. ഉമ്മു ഹബീബ അതെടുത്ത് മടക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിരിപ്പാണ്, പ്രവാചകൻ ഇരിക്കുന്ന സ്ഥലമാണ്. വഅൻത റജുലുൻ മുശ്രികുൻ നജിസ്, നിങ്ങളാകട്ടെ മുശ്രിക്കായ നജിസായ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഉമ്മു ഹബീബ ഇത് പറഞ്ഞതിനെ തുടർന്ന് അബൂ സുഫിയാൻ അവിടെ നിന്ന് മടങ്ങി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സംസാരിച്ചു, പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പുറപ്പെടാൻ വേണ്ടി പറയുകയാണ്. എന്നാൽ എങ്ങോട്ടാണ് പുറപ്പെടേണ്ടത് എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല തുടക്കത്തിൽ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്കാണ് പോകുന്നത് എന്ന് വ്യക്തമാക്കി. അവർ തയ്യാറെടുക്കുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം വളരെ രഹസ്യമായിട്ടാണ് വെച്ചിട്ടുള്ളത്. സഹാബികളോട് അത് രഹസ്യമായി വെക്കാനും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. ഈ കാര്യം അവിടെ എത്തുന്നതുവരെ മുശ്രിക്കീങ്ങൾ അറിയരുത് എന്ന വിഷയത്തിൽ പ്രവാചകൻ ഈ പുറപ്പെട്ട വിഷയം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പുറപ്പെടാൻ പറഞ്ഞതിനെ തുടർന്ന് എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുത്തു. ഒരുപാട് ഗോത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. മദീനയിലായിരിക്കെ വന്നു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടതിന് ശേഷവും വഴിയിൽ വെച്ച് ചില ഗോത്രങ്ങൾ ചേരുകയും ചെയ്തു. 10,000-ഓളം ആളുകൾ ഈ ഫത്ഹു മക്കയിലേക്ക് പുറപ്പെടുന്ന വഴിയിൽ ഉണ്ടായിരുന്നു. 10,000-ഓളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ഒരാൾ തന്നെ ഈ യുദ്ധത്തിൽ നിന്ന്, ഈ യാത്രയിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അങ്ങനെ ഈ യാത്രക്കിടയിലാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. ഹാത്തിബ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അദ്ദേഹം ഒരു കത്ത് ഒരു സ്ത്രീയുടെ കയ്യിൽ മുശ്രിക്കീങ്ങളുടെ അടുക്കലേക്ക് കൊടുത്തയക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചു. ഇങ്ങനെ ഒരു കത്ത് ഒരു സ്ത്രീയുടെ കയ്യിലുണ്ട്,
അവൾ മുശ്രിക്കീങ്ങളുടെ അടുക്കലേക്ക്, ഖുറൈശികളുടെ അടുക്കലേക്കാണ് പോകുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയോടും സുബൈറിനോടും മിഖ്ദാദിനോടും പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഒരു സ്ത്രീ ഉണ്ടാകും, അവളുടെ കയ്യിൽ ഒരു കത്തുണ്ടാകും, അവരുടെ അടുക്കലേക്ക് പോവുകയും ആ കത്ത് മേടിക്കുകയും ചെയ്യണം. അങ്ങനെ അവർ ആ സ്ഥലത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയോട് അവർ കത്ത് ചോദിച്ചു. അവർ പറഞ്ഞു, എന്റെ അടുക്കലില്ല. അലിയും ബാക്കിയുള്ള സ്വഹാബിമാരും അവളുടെ വാഹനവും മറ്റും പരിശോധിച്ചു, അവർക്ക് കിട്ടിയില്ല. അങ്ങനെ അലി ഇബ്നു അബി ത്വാലിബ് അദ്ദേഹം പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ആ എഴുത്ത് പുറത്തെടുക്കുക, അല്ലെങ്കിൽ ഇനി ചെയ്യാനുള്ളത് നിന്റെ വസ്ത്രം അഴിച്ച് പരിശോധിക്കുക എന്നതാണ്. ആ സന്ദർഭത്തിൽ ആ സ്ത്രീ അവരുടെ മുടിയുടെ കെട്ടിൽ നിന്ന് ആ കത്ത് പുറത്തെടുക്കുകയാണ്. എന്താണ് ആ കത്തിലുള്ളത്? ഹാത്തിബ് ഇബ്നു അബി ബൽതഅ അദ്ദേഹത്തിന്റെ കത്താണ്. ഖുറൈശികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിനെ കുറിച്ചുള്ള വിവരം അറിയിക്കുന്ന കാര്യം എഴുതിയിട്ടുള്ള കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഹാത്തിബിനോട് ചോദിച്ചു, യാ ഹാത്തിബ് മാ ഹാദാ, ഹാത്തിബ് എന്താണിത്? അദ്ദേഹം മറുപടി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ലാ തഅജൽ അലയ്യ, ധൃതിപ്പെട്ടൊരു തീരുമാനമെടുക്കരുത്. ഞാൻ ഖുറൈശികളിൽപ്പെട്ട ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഖുറൈശികളുടെ അടുക്കൽ ഒരു സ്ഥാനമുണ്ടാകാൻ വേണ്ടി ചെയ്തതാണ്, എന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി. അല്ലാതെ വലം അഫ്അൽഹു ഇർതിദാദൻ അൻ ദീനി, ദീനിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി ചെയ്തതല്ല. വലാ റിദം ബിൽ കുഫ്രി ബഅദൽ ഇസ്ലാം, കുഫ്രിനോടുള്ള ഇഷ്ടം കാരണം ചെയ്തതല്ല, ഇസ്ലാമിനെ വെറുത്തുകൊണ്ട് ചെയ്തതല്ല. മറിച്ച് അവരുടെ കയ്യിൽ ഒരു സ്ഥാനമുണ്ടാകാൻ, ഇനി ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയോ മറ്റെന്തെങ്കിലോ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുക്കൽ ഒരു സ്ഥാനമുണ്ടാകുന്നതിനു വേണ്ടി ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ഇന്നഹു ഖദ് സദഖകും, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ആ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദഅനി അദ്രിബ് ഉനഖ ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിഖിന്റെ കഴുത്ത് ഞാൻ എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ഖദ് ഷഹിദ ബദ്റൻ, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. വമാ യുദ്രീക ലഅല്ല അല്ലാഹു തആല അലാ മൻ ഷഹിദ ബദ്റൻ വഖാല ഇഅ്മലൂ മാ ശിഅ്തും ഖദ് ഗഫർതു ലക്കും, അല്ലാഹു തആല ബദറിൽ പങ്കെടുത്ത ആളുകൾക്കെല്ലാം പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹു തആല സൂറത്തുൽ മുംതഹിനയിലെ ആയത്ത് അവതരിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അദുവ്വി വഅദുവ്വകും ഔലിയാ എന്ന് തുടങ്ങുന്ന ആയത്ത് അല്ലാഹുവിന് പുറമെ മറ്റുള്ള ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉദ്ദേശം വെച്ച് പുലർത്തുന്ന ആളുകൾ, അവരോട് ബന്ധം വെച്ച് പുലർത്താൻ പാടില്ല, അവരെ ഔലിയാക്കളായി സ്വീകരിക്കാൻ പാടില്ല, രക്ഷാദികളായി അവരെ മിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല എന്ന ആയത്ത് അല്ലാഹു തആല അവതരിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ മുസ്ലിമീങ്ങൾക്കെതിരെ മുശ്രിക്കീങ്ങളെ സഹായിക്കുന്ന പണിയാണ് സഹാബി ഹാത്തിബ് ഇബ്നു അബി ബൽതഅ എടുത്തിട്ടുള്ളത്. ഇത് വ്യക്തമായ തെറ്റാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ യാതൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. സഹാബിമാർ, അവർക്ക് തെറ്റുകൾ സംഭവിക്കാം, എന്നാൽ അവരുടെ തെറ്റുകൾ അവർ ചെയ്ത നന്മകൾ കാരണം അത് പുറത്തു കൊടുക്കുന്നതാണ്. സഹാബിമാർ അവർക്ക് കടലുപോലെ നന്മകളുണ്ട്, അവരിൽ നിന്ന് വന്നുപോകുന്ന തെറ്റുകൾ അത് അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ ഒരുപാട് കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. എന്നില്ലെങ്കിൽ അവർ തൗബ ചെയ്യാം, അല്ലെങ്കിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളാണ് എന്നതുകൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കാം. അവർ അനുഭവിച്ച പ്രയാസങ്ങൾ കാരണത്താൽ അല്ലാഹു പുറത്തു കൊടുക്കാം. അതേപോലെ അവരുടെ നന്മകൾ കാരണത്താൽ അല്ലാഹു പുറത്തു കൊടുക്കാം. ഇങ്ങനെ അവരുടെ തിന്മകൾ, തെറ്റുകൾ, അബദ്ധങ്ങൾ പൊറുക്കപ്പെടാൻ ഒരുപാട് കാരണങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അവരെക്കാൾ ഉത്തമരായ മറ്റൊരു മനുഷ്യരും ഒരു സമൂഹവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുകയാണ്. ഹിജറ 8 റമദാനിലാണ് അവർ പുറപ്പെടുന്നത്.
അങ്ങനെ അവർ നോമ്പുകാരായിട്ടായിരുന്നു പുറപ്പെട്ടിരുന്നത്. അങ്ങനെ ഖുദൈദ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ നോമ്പ് മുറിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിച്ചു. ബാക്കിയുള്ള ആളുകളെല്ലാം നോമ്പ് മുറിക്കുകയും ചെയ്തു. അങ്ങനെ പണ്ഡിതന്മാർ പറയുന്നത് റമദാൻ 10-നാണ് അവർ പുറപ്പെട്ടത് എന്നാണ്. എപ്പോഴാണ് അവിടെ എത്തിയത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ചില ആളുകൾ, അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് അബൂ സുഫിയാൻ, അതേപോലെ അൽ അബ്ബാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അദ്ദേഹം എപ്പോഴാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു ജൂസയിൽ മുമ്പ്, ഉഹദിന് ശേഷം അല്ലെങ്കിൽ ബദറിന് ശേഷം എന്ന അഭിപ്രായമുണ്ട്. അതാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ള അഭിപ്രായം. അതല്ലാത്ത അഭിപ്രായങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയാൻ കാരണം. ഫത്ഹ് മക്കക്ക് മുമ്പാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഖൈബർ യുദ്ധത്തിന് മുമ്പാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും ഉണ്ട്. അങ്ങനെ അബൂ സുഫിയാനും അദ്ദേഹത്തിന്റെ കൂടെ അബ്ദുല്ലാഹ് ഇബ്നു അബി ഉമയ്യ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കുടുംബ ബന്ധമുള്ള മറ്റൊരു വ്യക്തിയും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അബൂ സുഫിയാൻ, നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുസ്ലിമീങ്ങളോടും ഒരുപാട് കാലം 20 വർഷത്തോളം യുദ്ധം ചെയ്യുകയും ശത്രുത വെക്കുകയും ചെയ്ത ആളുകളാണ്. അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അതിനുശേഷം അവരുടെ ഇസ്ലാം നന്നാവുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഇസ്ലാമിനു വേണ്ടി. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഹുനൈൻ യുദ്ധത്തിൽ അബൂ സുഫിയാൻ ഉറച്ചു നിന്നത്. ബാക്കി എല്ലാവരും ഓടിയ സമയത്ത് അബൂ സുഫിയാൻ തിരിഞ്ഞോടാതെ ഉറച്ചു നിന്നിട്ടുണ്ട്. അങ്ങനെ മുസ്ലിമീങ്ങളെല്ലാവരും മർ അൽ-വഹ്റാൻ എന്ന സ്ഥലത്തെത്തി. ആ സമയത്താണ് അബൂ സുഫിയാനും ഹക്കീം ഇബ്നു ഹിസാമും ബുദൈൽ ഇബ്നു വർഖാഉം വരുന്നതും അവർ ഇസ്ലാം സ്വീകരിക്കുന്നതുമായ സംഭവം. അത് സുദീർഘമായ സംഭവമാണ്. പിന്നീട് അവരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. അബൂ സുഫിയാൻ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അബൂ സുഫിയാനെ കാണിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ ഒരു മലയുടെ സൈഡിലേക്ക് നിർത്തുകയും അങ്ങനെ മുസ്ലിം സൈന്യം മുഴുവൻ അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ കടന്നു പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് മനസ്സിലായി മുസ്ലിം സൈന്യത്തിന്റെ വലുപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കരുത്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെ സഹാബിമാരിൽ ഒരാൾ പറഞ്ഞു, അൽ യൗമുൽ മൽഹമ, ഇന്ന് യുദ്ധത്തിന്റെ ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഹാദാ യൗമുൻ യുഅദ്ദിമു ഫീഹി അല്ലാഹുൽ കഅബ, അല്ലാഹു തആല കഅബയെ ആദരിക്കുന്ന ദിവസമാണ് ഇന്ന്. അങ്ങനെ മുസ്ലിം സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഭാഗങ്ങളായി തിരിച്ചു. ഖാലിദ് ഇബ്നുൽ വലീദ്, അദ്ദേഹം കുറച്ചു മുമ്പ് ആണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ വലതുഭാഗത്തിന്റെ ചുമതല ഏൽപ്പിച്ചു. ജുബൈറിനെ ഇടതുഭാഗത്തിന്റെ ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഓരോ ഭാഗങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർ ചില ഗോത്രങ്ങളുമായി കൂടിച്ചേർന്ന് മുസ്ലിമീങ്ങളെ എതിരിടാൻ വേണ്ടി തയ്യാറായിരുന്നു. എന്നാൽ അവർ വളരെ കുറച്ച് എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഖാലിദ് ഇബ്നുൽ വലീദ് അദ്ദേഹവും കടന്നു വന്ന ഭാഗത്തു മാത്രമാണ് ചെറിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. ബാക്കി ഒരു ഭാഗത്തും ഏറ്റുമുട്ടലൊന്നും കൂടാതെ തന്നെ മുസ്ലിമീങ്ങൾ മക്കയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് കടന്നു വന്നു. അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത്. അങ്ങനെ ഖാലിദ് ഇബ്നുൽ വലീദും മക്കയിലേക്ക് കടന്നു വന്നു. ചെറിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടായി. രണ്ടാളുകൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ഷഹീദാവുകയുണ്ടായി. മുശ്രിക്കീങ്ങളുടെ ഭാഗത്ത് നിന്ന് 12ഓളം ആളുകൾ
അതല്ലാത്ത അഭിപ്രായങ്ങളുണ്ട്. അവർ മരണപ്പെടുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലുള്ള ആളുകൾക്ക് അമാൻ നൽകുകയാണ്. അവർക്ക് നിർഭയത്വമുണ്ട് എന്ന് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ്. അതേപോലെ സ്വന്തം വീട്ടിൽ കയറി വാതിലടച്ചാൽ അവൻ നിർഭയനാണ്. ആരെങ്കിലും വാള് താഴെ വെച്ചാൽ അവൻ നിർഭയനാണ്, പേടിക്കേണ്ടതില്ല. അങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ ചെയ്തു. വീട്ടിൽ കയറി വാതിലടച്ചു, അവരുടെ വാളുകൾ നിലത്തു വെച്ചു, അബൂ സുഫിയാന്റെ വീട്ടിൽ കയറി. അങ്ങനെ ഈ സന്ദർഭത്തിൽ അൻസാരികൾ അവർ ചെറിയൊരു വിഷമം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് ഇങ്ങനെ അമാൻ നൽകുന്നത് കണ്ടപ്പോ അൻസാരികൾ ആയ സഹാബിമാർ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ച സഹാബിമാർ, അവരുടെ മനസ്സിൽ ചെറിയൊരു വിഷമമുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ ഇനി എങ്ങാനും മക്കയിൽ താമസമാക്കുമോ എന്ന പേടി, മദീന വിട്ട് മക്കയിൽ തന്നെ താമസമാക്കുമോ എന്ന് അവർ ഭയപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിക്കുകയും അവരോട് പറയുകയും ചെയ്തു, കല്ല ഇന്നി അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ പ്രവാചകനുമാണ്. ഹാജർതു ഇലല്ലാഹി വഇലൈക്കും, ഞാൻ അള്ളാഹുവിലേക്കും നിങ്ങളിലേക്കുമാണ് ഹിജറ ചെയ്തിട്ടുള്ളത്. വൽ മഹ്യ മഹ്യാക്കും, ജീവിതം നിങ്ങളോടൊപ്പമാണ്. വൽ മമാതു മമാതുക്കും, മരണവും നിങ്ങളോടൊപ്പമാണ് എന്ന് അൻസാരികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ ഇത് കേട്ടപ്പോ അവർ കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മുന്നിട്ട് വരികയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കളെ നഷ്ടപ്പെടും എന്ന വിഷമം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അത് പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ മറുപടി പറഞ്ഞു, ഇന്നല്ലാഹ വറസൂലഹു യുസദ്ദിഖാനിക്കും, അള്ളാഹുവും റസൂലും നിങ്ങളെ സത്യപ്പെടുത്തുന്നു, നിങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ അബൂ സുഫിയാന്റെ വീട്ടിലേക്കും അതേപോലെ അവരുടെ വാളുകൾ താഴെ വെച്ച് സ്വന്തം വീട്ടിലേക്കും കയറി വാതിലടച്ചു. അവർക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർഭയത്വം നൽകി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകളെ അവർ കഅബയുടെ കില്ല പിടിച്ച് നിൽക്കുന്നത് കണ്ടാലും അവരെ വിടരുത് എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. അതിന്റെ എണ്ണത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. 4 പുരുഷന്മാരും 2 സ്ത്രീകളും എന്നതാണ് ചില അഭിപ്രായം. അതല്ലാത്ത എണ്ണത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എത്ര ആളുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ആക്ഷേപിക്കുകയും അതേപോലെ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഉപദ്രവം ചെയ്തിട്ടുള്ള മുശ്രിക്കീങ്ങളാണ്. അങ്ങനെയുള്ള ആളുകൾ 4 ആളുകളും 2 സ്ത്രീകളും, അതിലെ ചില ആളുകളെ മുസ്ലിമീങ്ങൾ വധിച്ചു കളഞ്ഞു. അതിൽ 2 ആളുകൾ ഇസ്ലാമിലേക്ക് പിന്നീട് കടന്നു വന്നു. ബാക്കിയുള്ള ആളുകളെ മുസ്ലിമീങ്ങൾ വധിച്ചു കളഞ്ഞു. എന്തുകൊണ്ടാണത്? മുസ്ലിമീങ്ങൾക്ക് അവർ അങ്ങേയറ്റത്തെ പ്രയാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റത്തെ ഉപദ്രവവും ഉണ്ടാക്കിയ ആളുകളായത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മക്കയിലേക്ക് എത്തി. മക്കയിലുള്ള ആളുകളെല്ലാം പ്രവാചകന്റെ വിധിക്ക് കീഴൊതുങ്ങി നിൽക്കുകയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധിക്കുക എന്നറിയുന്നതിനു വേണ്ടി നിൽക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഅബയിൽ ഉണ്ടായിരിക്കെ ഉപദ്രവിക്കുകയും ധാരാളം പീഡനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് മുമ്പിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഒക്കെ മുമ്പിൽ കിട്ടിയ സമയത്ത് അവർക്കെല്ലാം മാപ്പ് കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാർക്ക് മുഴുവൻ മാപ്പ് നൽകി. അങ്ങനെ അവരോട് ചോദിച്ചു, മാ തظنون അന്നി ഫാഇലുൻ ബിക്കും, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും, എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവർ പറഞ്ഞു, ഖൈറൻ അഖുൻ കരീം, താങ്കൾ മാന്യനായ ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് നല്ലതല്ലാതെ താങ്കൾ പ്രവർത്തിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും, നിങ്ങൾക്ക് മേൽ ഇന്ന് കുറ്റമില്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകട്ടെ. ഇദ്ഹബൂ ഫഅൻതും ത്വലഖ, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ ധൈര്യമായി പോയിക്കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള ആളുകൾക്കെല്ലാം മാപ്പ് നൽകുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ പവിത്രത അത് സഹാബികൾക്ക് വ്യക്തമാക്കി കൊടുത്തു. ഈ ഫത്ഹ് മക്കയ്ക്ക് ശേഷം ഇനി മക്കയിൽ ഒരാളും വധിക്കപ്പെടാൻ പാടില്ല.
അതേപോലെ അതിന്റെ പവിത്രത അത് ലംഘിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ ശുദ്ധീകരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. കഅബയിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളും അതേപോലെ ചിത്രങ്ങളും മായ്ച്ചു കളയാനും തകർക്കാനും വേണ്ടി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ എല്ലാം തകർത്തു കളഞ്ഞു. സ്വന്തം കൈകൊണ്ട് തന്നെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, തകർത്തുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, ഖുൽ ജാഅൽ ഹഖ് വമാ യുബ്ദിഉൽ ബാതിൽ വമാ യുഈദ്. അതാ സത്യം വന്നിരിക്കുന്നു, ബാത്തിൽ അത് പുനഃസ്ഥാപിക്കുകയോ തുടങ്ങുകയോ ചെയ്യുകയില്ല. വജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. സത്യം വന്നിരിക്കുന്നു, ബാത്തിൽ അത് മാഞ്ഞു പോയിരിക്കുന്നു. ഇന്നൽ ബാതില കാന സഹൂഖ, ബാത്തിൽ അത് മാഞ്ഞു പോകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് പാരായണം ചെയ്തു. 360ഓളം വിഗ്രഹങ്ങൾ കഅബക്ക് ചുറ്റുമുണ്ടായിരുന്നു. അതെല്ലാം തകർത്തു കളഞ്ഞു. അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അതിന്റെ ഉള്ളിലകത്ത് കഅബയുടെ അകത്താകട്ടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം മായ്ച്ചു കളയാനും അതേപോലെ പ്രശ്നങ്ങൾ നോക്കുന്ന, ശകുനം നോക്കുന്ന ചില സംഗതികൾ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്തു കളയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഖാതലഹുമുല്ലാഹ്, അല്ലാഹു അവരെ നശിപ്പിച്ചു കളയട്ടെ. മാ കാന ഇബ്രാഹീമു യസ്തഖ്സിമു ബിൽ അസ്ലാം. ഇബ്രാഹിം നബി ഒരിക്കലും ശകുനം നോക്കുന്ന ആളായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ ചിത്രം അതിലുണ്ടായിരുന്നു എന്നാണ്. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മായ്ച്ചു കളയുകയും കഅബ ശുദ്ധീകരിക്കുകയും ചെയ്തു. അങ്ങനെ കഅബയുടെ താക്കോൽ പിന്നീട് ഏൽപ്പിക്കുന്നത് ഉസ്മാൻ ഇബ്നു തൽഹ എന്ന വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ വൃത്തിയാക്കിയതിനു ശേഷം അതിന്റെ ഉള്ളിൽ വെച്ച് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു. താക്കോൽ അത് ഉസ്മാൻ ഇബ്നു തൽഹയെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ഹിജാബത്ത്, കഅബയുടെ കാര്യങ്ങൾ നോക്കുന്ന വിഷയം ബനു ഷൈബ ഗോത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഹജറുൽ അസ്വദ് അത് തൊട്ടുമുത്തുകയും എന്നിട്ട് കഅബ അത് തവാഫ് ചെയ്യുകയും ചെയ്തു. വാഖിദിയുടെ റിവായത്തിലുള്ളത് ബിലാലിനോട് കഅബയുടെ മുകളിൽ കയറാനും, അങ്ങനെ ബിലാൽ കഅബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, മക്കയിൽ വെച്ച് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ക്രൂരമായി പീഡിപ്പിച്ച ആളുകളാണ്. അങ്ങനെ പീഡനങ്ങൾ സഹിച്ച് അവസാനം അത് സഹിക്കവയ്യാതായപ്പോഴാണ് മദീനയിലേക്ക് ഹിജറ പോകുന്നത്. അവസാനം തിരിച്ചു വന്ന് ആ കഅബയുടെ മുകളിൽ നിന്ന് ബാങ്ക് കൊടുക്കുകയാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വൽആഖിബത്തു ലിൽ മുത്തഖീൻ. തഖ്വ പാലിക്കുന്നവർക്കാണ് ഏറ്റവും നല്ല പര്യവസാനം ഉണ്ടാവുക. ഇസ്ലാമിനായിരിക്കും ഇസ്സത്ത് ഉണ്ടാവുക. അവസാനം വിജയം അത് മുസ്ലിമീങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ കഅബ ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ മക്കക്ക് ചുറ്റുഭാഗങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആളുകളെ അയക്കുകയാണ്. അങ്ങനെ ഓരോ ആളുകളെയും വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയാണ്? അവിടെയുള്ള വിഗ്രഹങ്ങൾ മുഴുവൻ തകർക്കുന്നതിനു വേണ്ടിയാണ്. ഇതെല്ലാം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കിയതിനു ശേഷമാണ്. മക്ക ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നതിന് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു മുമ്പും മക്കയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇതേപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. കാരണം ഇസ്ലാമിന് ഭരണമില്ലാതെ, ശക്തിയില്ലാതെ ഇതേപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അത് വിചാരിച്ചതിനേക്കാളും അപ്പുറത്താണ് അതിന്റെ ഭവിഷ്യത്തുണ്ടാവുക. അതുകൊണ്ട് ഇസ്ലാമിന് ശക്തിയും അതേപോലെ ഭരണവുമുള്ള സമയത്താണ് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് ഓരോ സഹാബിമാരെയും ചില സംഘങ്ങളായി അയക്കുകയും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വിഗ്രഹങ്ങളും തകർക്കാനും അങ്ങനെ അവിടെ എല്ലാം ശുദ്ധീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ വ്യക്തികളെ അയക്കുകയാണ്. സഅദ് ഇബ്നു സൈദിനെ, അതേപോലെ ഖാലിദ് ഇബ്നു അൽ വലീദിനെ 30ഓളം ആളുകളുമായി ഓരോ സ്ഥലത്തേക്ക് അയച്ചു. അംർ ഇബ്നുൽ ആസിനെ മറ്റു സ്ഥലങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. അങ്ങനെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരിൽ നിന്നെല്ലാം ബൈഅത്ത് സ്വീകരിച്ചു.
അള്ളാഹുവിന് അനുസരിക്കുകയും അതേപോലെ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം എന്ന വിഷയത്തിൽ പുരുഷന്മാരിൽ നിന്നെല്ലാം ബൈഅത്ത് സ്വീകരിച്ചു. അതിനുശേഷം സ്ത്രീകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് വാങ്ങി. ആ സമയത്ത് ഹിന്ദ് ബിൻത് ഉത്ബ അവർ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് നൽകി. ആ സമയത്ത് നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്മാർക്ക് ബൈഅത്ത് കൊടുക്കുന്ന സമയത്ത് കൈ കൊടുക്കുമായിരുന്നു. എന്നാൽ സ്ത്രീകൾക്ക് അവരുടെ അടുക്കൽ നിന്ന് ബൈഅത്ത് വാങ്ങുന്ന സമയത്ത് അവർക്ക് കൈ കൊടുക്കാറില്ല. കാരണം പ്രവാചകൻ അന്യ സ്ത്രീകളെ സ്പർശിക്കാറുണ്ടായിരുന്നില്ല. ലാ യുസാഫിഹു നിസാ, പ്രവാചകൻ മറ്റു സ്ത്രീകളെ വലാ യമസ്സ ഇംറഅതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യ സ്ത്രീകളെ സ്പർശിക്കാറുണ്ടായിരുന്നില്ല. അതേപോലെ സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം വമാ മസ്സത് യദുഹു യദംറാത്തിൻ അജ്നബിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അന്യ സ്ത്രീകളെ സ്പർശിച്ചിട്ടില്ല എന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളിൽ നിന്ന് ബൈഅത്ത് വാങ്ങുന്ന സമയത്ത് അവരുടെ കൈ വാങ്ങിയിട്ടില്ല. അതിനുശേഷം ഒരുപാട് ഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. മുശ്രിക്കീങ്ങൾ അല്ലെങ്കിൽ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങളും അറബികളും പൊതുവെ അവർക്കറിയാവുന്ന കാര്യമാണ് കഅബയെ ഒരാൾ തൊട്ട് കളിച്ചാൽ അല്ലാഹു തആല വെറുതെ വിടുകയില്ല എന്നത്. നമുക്കറിയാവുന്ന സംഭവമാണ് ആമുൽ ഫീൽ. അബ്രഹത്തും കൂട്ടരും കഅബ പൊളിക്കാൻ വേണ്ടി ആനപ്പടയുമായി വന്ന സംഭവം. അല്ലാഹു തആല അവരെ എല്ലാം തകർക്കുകയും അവരെ ഓടിക്കുകയും ചെയ്തു. അതേപോലെ ഈ കാരണം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക്, അറബികൾക്ക് അറിയാമായിരുന്നു കഅബക്ക് നേരെ ഒരാൾ വന്നാൽ അല്ലാഹു തആല വെറുതെ വിടുകയില്ല എന്ന കാര്യം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അവർ കാത്തു നിൽക്കുകയായിരുന്നു. എന്തായിരിക്കും സംഭവിക്കുക, എന്തായിരിക്കും നടക്കുക എന്ന വിഷയം അവർ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ പ്രവേശിക്കുകയും കഅബ അവിടെ പ്രവേശിക്കുകയും ചെയ്തു. അവർക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇത് യഥാർത്ഥ പ്രവാചകനാണ് എന്ന്. അങ്ങനെ ഒരുപാട് ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ആമുൽ വുഫൂദ് എന്ന് പറയുന്ന ഹിജ്റ 9 അറിയപ്പെടുന്നത് തന്നെ അങ്ങനെയാണ്. ഒരുപാട് സംഘങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. സൂറത്തുൻ നസ്റിൽ അല്ലാഹു പറഞ്ഞതുപോലെ വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, കൂട്ടം കൂട്ടമായി ആളുകൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ എന്ന് പറഞ്ഞത് ഇതിനെ സംബന്ധിച്ചാണ്. ഒരുപാട് ആളുകൾ ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. പ്രവാചകൻ അതിനുശേഷം കുറച്ചു ദിവസം അവിടെ താമസിച്ചു, ഖുത്ബകൾ നിർവഹിച്ചു. അതിൽ ഓരോ വിധികൾ സഹാബിമാർക്ക് പറഞ്ഞു നൽകി. അതേപോലെ മക്കയുടെ പവിത്രത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആര് വരുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവുമായി വരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ തലയാകട്ടെ, തലയും അതേപോലെ മുടിയും കസ്സഗാമതി, ഏതുപോലെയാണ് ഈ വെളുത്ത കായ്ക്കനികളുള്ള ഒരു വൃക്ഷം പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഗയ്യറൂഹുമാ വജന്നിബൂഹു അസ്സവാദ്, അവ രണ്ടും താടിയും മുടിയും അത് വെള്ള കളറാണ്, അതിന്റെ കളർ മാറ്റുക. വജന്നിബൂഹു അസ്സവാദ്, കറുപ്പ് ഒഴിവാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞ സംഭവം നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് ഫത്ഹ് മക്ക. ഇനി അടുത്തത് അതിനുശേഷം നടന്ന സംഭവമാണ് ഹുനൈൻ, തായിഫ് യുദ്ധങ്ങൾ. ഹുനൈനിന്റെ ബാക്കിയാണ് യഥാർത്ഥത്തിൽ തായിഫ്. എന്തായിരുന്നു ഹുനൈൻ യുദ്ധത്തിനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ 19 ദിവസം താമസിച്ചു. ഏതുവരെ? സഖീഫ്, ഹവാസിൻ എന്ന ഗോത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നത് വരെ. അവർ ഹുനൈൻ എന്ന സ്ഥലത്തേക്ക് വന്നു. ഹവാസിൻ, സഖീഫ് ഗോത്രങ്ങൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയിച്ചടക്കിയതിനു ശേഷം അവർ വിചാരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുക്കലേക്ക് വരുമെന്നാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് ആക്രമിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഹവാസിൻ, സഖീഫ് ഗോത്രങ്ങൾ തയ്യാറെടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ. അങ്ങനെ അവർ ഒരുമിച്ചുകൂടി. ഏകദേശം 20,000-ഓളം വരുന്ന സൈന്യം അവർ തയ്യാറാക്കി. അവരുടെ നേതാവ് മാലിക് ഇബ്നു ഔഫ് എന്ന വ്യക്തിയായിരുന്നു.
അങ്ങനെ അവരുടെ സമ്പാദ്യം മുഴുവൻ, അതേപോലെ അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാമായിട്ടാണ് അവർ യുദ്ധക്കളത്തിലേക്ക്, ഹുനൈനിലേക്ക് പോകുന്നത്. കാരണം തോൽവി എന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നത് മാലിക് ഇബ്നു ഔഫിന് നിർബന്ധമായിരുന്നു. അങ്ങനെ സമ്പത്തും, എല്ലാ സമ്പത്തും, അതേപോലെ അവരുടെ ഭാര്യമാരെയും കുട്ടികളെയുമായി യുദ്ധക്കളത്തിലേക്ക് വന്നാൽ, എന്നിട്ട് യുദ്ധത്തിൽ അവരും കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഓരോ ആളുകളും തിരിഞ്ഞോടുകയില്ല. അവർക്ക് വേണ്ടി മരിക്കുന്നതുവരെ പോരാടും എന്നതുകൊണ്ടാണ് അവർ എല്ലാ സമ്പത്തും, അതേപോലെ ഭാര്യമാരെയും കുട്ടികളെയും കൂട്ടി യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടത്. അങ്ങനെ മറ്റൊരു നേതാവ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ദുറൈദ് ഇബ്നു അസ്സിമ്മ എന്ന വ്യക്തിയാണ്. ദുറൈദ് ഇബ്നു സിമ്മ അദ്ദേഹത്തിന് പ്രായം കൊണ്ടും, അതേപോലെ പ്രായം വളരെ അധികമുള്ള, പ്രായാധിക്യമുള്ള വ്യക്തിയാണ്, പ്രായമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനൊന്നും കഴിയുകയില്ല. പക്ഷെ യുദ്ധകാര്യങ്ങളിൽ വളരെ നിപുണനായിരുന്നു അദ്ദേഹം. യുദ്ധത്തെക്കുറിച്ച് നല്ല ബോധമുള്ള വ്യക്തിയാണ്. അദ്ദേഹം മാലിക് ഇബ്നു ഔഫിനെ എതിർക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. സ്ത്രീകളെയും അങ്ങനെ മുഴുവൻ സമ്പാദ്യവും കൊണ്ടുപോകരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ മാലിക് ഇബ്നു ഔഫ് ഈ ഉപദേശം അത് സ്വീകരിച്ചില്ല. അദ്ദേഹം, മാലിക് ഇബ്നു ഔഫ് പറഞ്ഞു, താങ്കൾ വയസ്സായ ഒരു കളവനാണ്, നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ സ്വീകരിക്കുകയില്ല. എന്നാൽ ആവേശക്കാരനായ മാലിക് ഇബ്നു ഔഫ് അദ്ദേഹത്തിന് 30 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഈ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹം സൈന്യത്തെ തയ്യാറാക്കിയത് എങ്ങനെയാണ്? 5 സഫായിട്ടാണ് സൈന്യത്തെ തയ്യാറാക്കിയത്. ഏറ്റവും മുമ്പിൽ കുതിരപ്പടയാളികൾ, പിന്നീട് അതിനുശേഷം യോദ്ധാക്കൾ, പിന്നീട് സ്ത്രീകളും, പിന്നീട് ആടുകളും, അതിന് ഏറ്റവും പിറകിലായ ഒട്ടകങ്ങളും. ഇങ്ങനെ യുദ്ധ സൈന്യത്തെ തയ്യാറാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞു. ഇങ്ങനെ സഖീഫ് ഗോത്രം പ്രവാചകനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു അബി ഹദ്റദ് അൽ-അസ്ലമി എന്ന വ്യക്തിയെ ഈ വിഷയം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പോയി 2 ദിവസം അവിടെ തങ്ങുകയും തിരിച്ചു വരികയും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കണ്ട കാര്യം പറയുകയും ചെയ്തു. വലിയൊരു സൈന്യത്തെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനോട് പറഞ്ഞു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞു, തിൽക ഗനീമത്തുൽ മുസ്ലിമീന ഗദൻ, നാളെ അത് മുസ്ലിമീങ്ങളുടെ ഗനീമത്താണ് ഇൻഷാ അല്ലാഹ് എന്ന് പ്രവാചകൻ മറുപടി പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് എതിരെ പുറപ്പെടാൻ, ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറെടുത്തു. ആ സന്ദർഭത്തിൽ അവർക്ക് ആവശ്യമായ പടയങ്കികളും മറ്റും സമ്പത്തും മറ്റുള്ള ആളുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടം വാങ്ങുന്നുണ്ട്. അങ്ങനെ ആ യുദ്ധത്തിന് ശേഷം തിരിച്ചു കൊടുക്കുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 19 ദിവസം മക്കയിൽ താമസിച്ചു. എന്നിട്ട് ഹുനൈനിലേക്ക് പുറപ്പെട്ടു. അത്താബ് ഇബ്നു അസീദിനെയാണ് പിന്നീട് മക്കയിലെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കുന്നത്. അത് ഈ വരിയിൽ വരുന്നതാണ്. അത്താബ് ഇബ്നു അസീദ് അദ്ദേഹത്തെയാണ് മക്കയുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കുന്നത്. അങ്ങനെ അവർ ഹുനൈനിലേക്ക് പുറപ്പെടുകയാണ്. മുസ്ലിം സൈന്യത്തിന്റെ എണ്ണം 10,000 വരുന്ന സൈന്യം മദീനയിൽ നിന്ന് മക്കയിലേക്ക് എത്തിയിരുന്നു. അവരും പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന 2,000-ഓളം വരുന്ന ആളുകളും മുസ്ലിം സൈന്യത്തിലുണ്ട്. 12,000 ആളുകൾ. എന്നാൽ മാലിക് ഇബ്നു ഔഫിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന്റെ എണ്ണം 20,000-ആണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിനോട് അടുത്തു. ഇശാ നമസ്കാരത്തിന് സമയമായ സന്ദർഭത്തിൽ സഹാബിമാരിൽ ഒരാളെ ശത്രുക്കളെ നിരീക്ഷിക്കാൻ ഏൽപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം മുകളിൽ നിന്ന്, മലമുകളിലാണ് കാവൽ നിന്നിട്ടുള്ളത്. അദ്ദേഹം വന്ന് മുൻപ് പറഞ്ഞതുപോലെ അദ്ദേഹം വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കീങ്ങളുടെ സൈന്യത്തെക്കുറിച്ച് വീണ്ടും അറിയിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തിൽക ഗനീമത്തുൽ മുസ്ലിമീന ഗദൻ ഇൻഷാ അല്ലാഹ്, നാളെ മുസ്ലിമീങ്ങൾക്ക് ലഭിക്കാനുള്ള ഗനീമത്താണത് എന്ന് പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു. കാവൽ നിന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പുകഴ്ത്തുകയും അവർക്കുള്ള പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള
അഖീദയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേട്ടിട്ടുള്ള സംഭവം, ദാത്തു അൻവാത്തുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടാകുന്നത്. മുസ്ലിമീങ്ങൾ അവർ പുറപ്പെടുന്നു, അതിന്റെ കൂടെ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുമുണ്ട്. അങ്ങനെ ഒരു മരത്തിന്റെ അടുക്കലൂടെ മുസ്ലിം സൈന്യം കടന്നു പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു, ഇജ്അൽ ലനാ ذات أنواط كما لهم ذات أنواط. അവർക്ക് മുശ്രിക്കീങ്ങൾക്ക് ദാത്തു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്ത് നിശ്ചയിച്ചു നൽകണം. എന്താണത് ദാത്തു അൻവാത്ത് എന്ന് പറഞ്ഞാൽ? ഈ വാളുകൾ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് തൂക്കിയിടുകയും ബർക്കത്ത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതേപോലെ ഒരു മരം ഞങ്ങൾക്കും നിശ്ചയിച്ചു നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ സമയത്ത് പ്രവാചകൻ പറഞ്ഞ മറുപടി എന്താണ്? സുബ്ഹാനല്ലാഹ്. ഇത് മൂസാ നബിയോട് തന്റെ സമുദായം പറഞ്ഞതുപോലെയാണ്. എന്താണ് മൂസാ നബിയോട് അവർ പറഞ്ഞിട്ടുള്ളത്? ബനൂ ഇസ്രായേലുകാർ മൂസാ നബിയോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഞങ്ങൾക്കൊരു ഇലാഹിനെ നിശ്ചയിച്ചു നൽകണം, കണ്ട് ആരാധിക്കുന്നതിന് വേണ്ടി ഒരു വിഗ്രഹം. അതേപോലെ ഏതുപോലെ അവർക്കും വിഗ്രഹങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും നിശ്ചയിച്ചു നൽകണം എന്ന് പറഞ്ഞതുപോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകി, ലതർകബുന്ന സനന മൻ കാന ഖബ്ലകും. നിങ്ങളും അവരുടെ മാർഗം അത് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തു. ബറക്കത്തെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളിലൂടെ ആയിരിക്കണം. ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് ബറക്കത്ത് പ്രതീക്ഷിക്കേണ്ടത്. അത് മാത്രമല്ല, എങ്ങനെയാണോ ബറക്കത്തെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിലാണ് എടുക്കേണ്ടത്. അതേപോലെ വിശ്വാസം ഉണ്ടാകണം. അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് ബറക്കത്ത് ലഭിക്കുക എന്ന വിശ്വാസവും വേണം. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബറക്കത്തു മഅ അകാബിരിക്കും. ബറക്കത്ത് പ്രായമായ ആളുകളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ തൊട്ട് തടവലും മുത്തലുമല്ല, മറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരോട് കാര്യങ്ങളിൽ അഭിപ്രായം ചോദിക്കുകയും ഷൂറ ചെയ്യുകയും. അതാണ് വേണ്ടത്. പള്ളി ബറക്കത്തുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് എങ്ങനെയാണ് ബറക്കത്തെടുക്കുക? അവിടെ നിസ്കരിച്ചുകൊണ്ടും ദിക്ർ ചൊല്ലി അതേപോലെ ഖുർആൻ പാരായണം ചെയ്തു അങ്ങനെയാണ് ബറക്കത്തെടുക്കുക. ഖുർആൻ ബറക്കത്തുള്ളതാണ്. എങ്ങനെയാണ് ബറക്കത്തെടുക്കേണ്ടത്? അത് ഓതിക്കൊണ്ടും പാരായണം ചെയ്തുകൊണ്ടും മറ്റുമാണ് അതിൽ നിന്ന് ബറക്കത്തെടുക്കുക. ബറക്കത്തെടുക്കാനുള്ള രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് മാത്രമാണ് ബറക്കത്തുള്ളത്. പ്രവാചകന്റെ ശരീരവും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുപ്പലും മുടിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബറക്കത്തുള്ളതാണ്. എന്നാൽ അത് മറ്റു മനുഷ്യർക്കില്ല. ഒരിക്കലും സഹാബത്ത് അബൂബക്കറിന്റെ അടുക്കൽ പോയി അബൂബക്കറിന്റെ ശരീരം കൊണ്ട് ബറക്കത്തെടുത്തിട്ടില്ല. ഉമറിന്റെ അടുക്കൽ പോയി ബറക്കത്തെടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ശരിയാണ്, അതിന് ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുപ്പൽ അതിന് ബറക്കത്തുണ്ട്, മുടി അതിന് ബറക്കത്തുണ്ട്. എന്നാൽ ആ മുടിയാകട്ടെ ഇന്ന് സഹീഹായ സനദോടെ ഇന്ന് ലഭ്യമല്ല. അങ്ങനെ ഒരു സാധനം ഇന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് അത് ബറക്കത്തുള്ളതാണ്. വസ്ത്രത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച സാധനങ്ങൾക്ക് അത് ബറക്കത്തുള്ളതാണ്. അതൊന്നും സംശയമില്ലാത്തതാണ്. എന്നാൽ അതിന്റെ പേരിൽ നടക്കുന്ന കൊള്ളയും മറ്റുമാണ് നിഷേധിക്കേണ്ടതും തള്ളേണ്ടതും. അങ്ങനെ ഹവാസിൻ ഗോത്രം ഹുനൈനിലേക്ക് പെട്ടെന്ന് തന്നെ പുറപ്പെടുകയും അവർ അവിടെ ഉണ്ടായിരുന്ന മലഞ്ചെരുവുകളിലും മറ്റും ഒളിച്ചിരിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ തീരുമാനം എങ്ങനെയായിരുന്നു? മുസ്ലിം സൈന്യം എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ ആക്രമിക്കുക എന്നതായിരുന്നു അവർ തീരുമാനിച്ച തീരുമാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹിന് മുമ്പായിക്കൊണ്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ തയ്യാറാക്കുകയും രാവിലെ ഹുനൈനിലേക്ക് വേഗം തന്നെ പുറപ്പെടുകയും ചെയ്തു. മുസ്ലിമീങ്ങളുടെ ഈ എണ്ണത്തിന്റെ ആധിക്യം കാരണത്താൽ ചില ആളുകൾ വിചാരിച്ചുപോയി, ഇനി എണ്ണക്കുറവ് കാരണം മുസ്ലിമീങ്ങൾക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവുകയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പ്രയാസം ഉണ്ടാകുന്നുണ്ട്. ഇതേപോലുള്ള വർത്തമാനങ്ങൾ, സൈന്യത്തിന്റെ മേൽ തവക്കുലാക്കുക, അതേപോലെ അള്ളാഹുവിൽ തവക്കുലാക്കാതെ സൈന്യത്തിന്റെ എണ്ണത്തിന്റെ വലുപ്പം പറഞ്ഞ് അഭിമാനം കൊള്ളുക എന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായി. അങ്ങനെ മുസ്ലിം സൈന്യം രാവിലെ ഹുനൈനിലേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ മാലിക് ഇബ്നു ഔഫിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം അത് പെട്ടെന്ന് മുസ്ലിമീങ്ങളെ ഒന്നടങ്കം ആക്രമിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അമ്പെയ്യുകയും അങ്ങനെ മുസ്ലിമീങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഈ ഒരു ആക്രമണം മുസ്ലിമീങ്ങൾ ആകെ പേടിച്ചോടുകയാണ്. മുസ്ലിം സൈന്യം അതിലുണ്ടായിരുന്ന ആളുകളെല്ലാം
പിന്തിരിഞ്ഞോടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉറച്ചു നിന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. അതിലൊരാളാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ശുജാഅത്തിൽ, ധീരതയുടെ വിഷയത്തിൽ മറ്റാർക്കും കവച്ചു വെക്കാൻ സാധിക്കാത്ത വ്യക്തിത്വമാണ്. എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. എല്ലാ വിഷയത്തിലും ഒരു മനുഷ്യന് എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു നോക്കിയാൽ പ്രവാചകനെ കവച്ചു വെക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. എന്തെല്ലാം നല്ല വിശേഷണങ്ങളുണ്ടോ അതിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാം നമ്പറായിരിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉറച്ചു നിൽക്കുകയും എന്നിട്ട് അന മുഹമ്മദുൻ അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് എന്ന് ഉറക്കെ പറയുകയാണ്. ബാക്കിയുള്ള മുസ്ലിമീങ്ങൾ തിരിഞ്ഞോടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുതിരപ്പുറത്ത് ദുൽദുൽ എന്ന് പറയുന്ന തന്റെ കഴുതപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധൈര്യമാണ് കാണിക്കുന്നത്. അബൂ സുഫിയാനും അതേപോലെ അബ്ബാസും ആ കഴുതയുടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസിനോട് ഉറക്കെ വിളിച്ചു പറയാൻ പറഞ്ഞു. അബ്ബാസ് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഓരോ ആളുകളെ വിളിച്ചുകൊണ്ട്, നിങ്ങൾ തിരിച്ചു വരൂ, ഉറച്ചു നിൽക്കൂ എന്ന വിഷയം. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഓരോ ആളുകളെ വിളിച്ചു പറഞ്ഞു. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആളുകളെ, നിങ്ങൾ തിരിച്ചു മടങ്ങി വരൂ. അങ്ങനെ ഇത് കേട്ട ഉടനെ ഓരോ ആളുകളും, ഈ വിളി കേട്ട ആളുകളെല്ലാം തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പൊടി മണ്ണെടുക്കുകയും അത് എറിയുകയും ചെയ്തു. ഷാഹത്തിൽ വുജൂഹ്, മുഖങ്ങൾ അത് നശിക്കട്ടെ എന്ന രൂപത്തിൽ. അങ്ങനെ ആ മണ്ണ് ഓരോ കുഫാറുകളുടെ മുഖത്തുമാവുകയും പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കുഫാറുകൾ, മുശ്രിക്കീങ്ങൾ, അവർ തിരിഞ്ഞോടുകയാണ്. അല്ലാഹു തആല അതിനെ കുറിച്ചാണ് പറഞ്ഞത്, സുമ്മ അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ വഅൻസല ജുനൂദൻ ലം തറൗഹാ വഅദ്ദബ അല്ലദീന കഫറു. ഇതിനു മുമ്പ് ഉള്ള ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യൗമ ഹുനൈനിന്റെ ദിവസം, ഇദ് അഅജബത്കും കസ്റതുകും, നിങ്ങളുടെ എണ്ണത്തിന്റെ വലുപ്പം അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ സന്ദർഭം. ഫലം തുഗ്നി അൻകും ഷൈഅ, നിങ്ങൾക്ക് അത് യാതൊരു ഉപകാരവും ചെയ്തില്ല. വദാഖത് അലൈഹിമുൽ അർദു ബിമാ റഹബത്, ഭൂമി വിശാലമായിട്ടും നിങ്ങൾക്കത് ഇടുങ്ങിയതായി തോന്നി. സുമ്മ വല്ലൈതും മുദ്ബിരീൻ, എന്നിട്ട് നിങ്ങൾ തിരിഞ്ഞോടുകയും ചെയ്തു. സുമ്മ അൻസലല്ലാഹു സകീനത, അല്ലാഹു സകീനത ഇറക്കി, സമാധാനം ഇറക്കി കൊടുത്തു. അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവിന്റെ പ്രവാചകനും. എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത സൈന്യം കൊണ്ട് അല്ലാഹു സഹായിക്കുകയും ചെയ്തു എന്ന് അല്ലാഹു പറഞ്ഞു. അങ്ങനെ മുശ്രിക്കീങ്ങൾ അവർ തിരിഞ്ഞോടുകയാണ്. അങ്ങനെ ഓടിയ ആളുകളുടെ പിന്നാലെ മുസ്ലിം സൈന്യം അവരെ പിന്നിലൂടെ ചെന്ന് അവരെ വിടുന്നില്ല. അതിനുശേഷം ഇതിനെ തുടർന്നാണ് ഓരോ ആളുകളും മറ്റു നാടുകളിലേക്ക് പോയി. ഔത്താസിലേക്ക് പോയി, ചില ആളുകൾ തായിഫിലേക്ക് പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിടാൻ തീരുമാനിച്ചില്ല. അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാൻ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചത്. അങ്ങനെ അതിനെ തുടർന്നാണ് തായിഫ് യുദ്ധമുണ്ടാകുന്നത്. ഇൻഷാ അല്ലാഹ് അത് വരുന്ന ദിവസത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ബാക്കിയുള്ളതാകെ ഗനീമത്ത് വിഭജിച്ചതിനെ കുറിച്ച് പറയാനാണ്. ഒരുപാട് സമ്പത്ത് ലഭിച്ച ഒരു യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. അവർ എല്ലാ സമ്പത്തുമായാണ് മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമ്പത്ത് ഇതിൽ നിന്ന് ലഭിച്ചു. അത് വീതിച്ചത് എങ്ങനെയാണ്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യത്തിന്റെ വലുപ്പം നമുക്ക് കാണാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അത് വരുന്ന ക്ലാസുകളിൽ നമുക്ക് വായിക്കാവുന്നതാണ്. വഹാദാ വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.